എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന പൊന്നുമടത്ത് കല്യാണ മേളമാണ്, അച്ഛന്റെ വിവാഹമാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിഖിലിന്റെ വീട്ടിൽ നിന്ന് നിഖിലിന്റെ അച്ഛനും അമ്മയും പത്മയും പ്രതാപനും എല്ലാരും കൂടെ പൊന്നുമടത്തിലേക്ക് വരുവാണ്. അപ്പൊ സാരി കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് അവര് വരുന്നത്. അങ്ങനെ അവർക്ക് ഗംഭീര സ്വീകരണവും ഒക്കെ പൊന്നുമടത്തിൽ കൊടുക്കുകയാണ്. ഈ സമയത്ത് പല്ലവി ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പല്ലവിയാണ് ചെയ്യുന്നത്. ഋതുവും സ്വാതിയൊക്കെ അച്ഛനും ഒരുക്കുന്നിടത്തായിരുന്നു. അങ്ങനെ അച്ഛന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടമെത്തി. ആ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി വന്നിട്ട് ആഹാ കൊള്ളാലോ, സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു ഒന്ന് പോ പല്ലവി ചേച്ചി എന്ന് പറയാ. സത്യമായിട്ടും അതെ, നല്ല ഭംഗിയുണ്ട് ഈ വേഷത്തിൽ കാണാനെന്ന് പറയണം. ഇത് കേട്ടതും അച്ഛനും സന്തോഷമായി. പക്ഷെ ആ സമയത്ത് തന്നെ അച്ഛനും മുഖം അങ്ങോട്ട് പെട്ടെന്ന് മാറി. എന്താന്ന് ചോദിക്കണ. അല്ല അത് പിന്നെ ഈ സമയത്ത് അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമാനും ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അച്ഛൻ ഒത്തിരി കാത്തിരുന്നാന്ന് പറയണം. പെട്ടെന്ന് തന്നെ പല്ലവി പറഞ്ഞു ഇതേ നല്ലൊരു നിമിഷം വരാൻ പോകുന്നത്. ഈ സമയത്ത് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരണ്ട കേട്ടോ, സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പല്ലവി മുറിയിലേക്ക് എല്ലുവാണ്. മുറിയിലേക്ക് എന്നപ്പോഴത്തേനും പൂർണ്ണിമ അങ്ങോട്ട് വന്ന് അല്ല നിനക്ക് ഞാനൊരു മാല തന്നായിരുന്നല്ലോ ഇടാനായിട്ട്, ആ മാല ഇട്ടില്ലേന്ന് ചോദിക്കാം. അയ്യോ അത് ഞാൻ ഇട്ടില്ലമ്മേ, പിന്നെ കാണാൻ വേണ്ടി തന്നാണ് ഞാൻ, അലമാരിക്കകത്ത് വെക്കാൻ തന്നല്ലോ, എടുത്തിടാൻ പറയാണ്. പിന്നീട് പല്ലവി അത് എടുത്തിടാൻ പറഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് അതെ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയായിട്ട് വരണം എന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് അച്ഛൻ്റെ ഉള്ളിൽ വെപ്രാളമൊക്കെ ഉണ്ട്. ഇങ്ങനെ റെഡിയാവുന്നുണ്ടെങ്കിലും മനസ്സ് നിറയെ ഒരു പേടിയാണ്. എന്തായി തീരും എങ്ങനെയായി തീരുമെന്നും അറിയത്തില്ല. ഒരു പക്ഷെ താൻ ഒരിക്കലും ഇഷ്ടപ്പെടാതെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നതാണ്. നിഖിലിന്റെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമമുണ്ട്. ആ സമയം സേതു ആണെങ്കിൽ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുക. അപ്പൊ സേതുവിന്റെ കൂടെ തന്നെ മിത്രനും ശ്രീഹരി എല്ലാരും കട്ടയ്ക്ക് സപ്പോർട്ടുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആനി ടീച്ചറും മാധുരി മിസ്സും അവരൊക്കെ വരുന്നത്. അപ്പൊ പല്ലവി അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും വരുവാണ്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അവരെ ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. ആനി ടീച്ചറൊക്കെ പറഞ്ഞു കൊള്ളാലും നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നല്ലോ എന്ന് പറയണം. അത് പിന്നെ സേതുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു, നല്ല ഗംഭീരമായിട്ട് തന്നെ വീടൊക്കെ നല്ല അലങ്കരിച്ചിരിക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സിലായി സേതു നല്ല സെറ്റപ്പോട് കൂടി തന്നെയാണ്. പന്തൽ പണിക്കാരനാണല്ലോ, അപ്പൊ എല്ലാം നല്ല സെറ്റപ്പോട് കൂടി തന്നെ വേണമെന്ന് സേതുവിന്റെ നിർബന്ധം ഉണ്ടായിരുന്നതിനും. പിന്നീട് മാധുരി ടീച്ചർ അങ്ങോട്ട് ചെല്ലുവാണ്. മാധുരി ടീച്ചർ അവിടെയൊക്കെ നോക്കി. മാധുരി ടീച്ചറിന് അത്രയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. എവിടെയായാലും കുശുമ്പും കുന്നായ്മ ഉണ്ടാക്കാൻ നോക്കുമെങ്കിൽ അവിടെ ഉണ്ടാക്കാനല്ലേ അവർ ശ്രമിക്കുള്ളൂ. ആ സമയത്ത് ആന ടീച്ചറിനോട് പറഞ്ഞു അല്ല പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് മാധുരി ടീച്ചർ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആന ടീച്ചർ പറഞ്ഞു അതെ പെണ്ണിനെ ഒരുക്കൊണ്ടിരിക്കുവാന്ന് പറയണ. ആ സമയം പല്ലവി വന്നിട്ട് പറഞ്ഞു ബാ അച്ഛൻ്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കണ്ട് അച്ഛന് വിശ്വസമൊക്കെ നേരെയാണ് വിവാഹത്തിന് വേണ്ടിയിട്ട്. പിന്നീട് അവരും കൂടെ മാറി നിൽക്കുക. പല്ലവി പറഞ്ഞു ഞാൻ അല്പം തിരക്കൊണ്ട് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് പല്ലവി അതിലൂടെ ഓടി പോവാണ്. ഈ സമയത്താണ് ഋതു അങ്ങോട്ട് വന്നത്. ഋതു കണ്ടു പല്ലവിയുടെ കഴുത്തി കിടക്കുന്ന ആ മാല. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഋതുവിനൊരു കാര്യം മനസ്സിലായി. ഇത് അമ്മയുടെ കൈവശം ഇരുന്നാണ്. ഇതെങ്ങനെ ഇവളുടെ കഴുത്തിൽ ചെന്നു ഓർത്തിട്ട് എത്തും പിടിയും കിട്ടിയില്ല. ഓഹോ ഒന്നെങ്കിൽ അമ്മേനെ മയക്കെടുത്ത് അല്ലെങ്കിൽ ഇവള് മിക്കവാറും മുറിയിൽ നിന്ന് അടിച്ചു മാറ്റി കഴുത്തിൽ ഇട്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഇന്ന് തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കണം. പിന്നീട് ഋതു നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ പല്ലവി എന്താ ഋതു എന്താ നോക്കണെന്ന് ചോദിക്കുക. അല്ല നിന്റെ കഴുത്തേ കിടക്കുന്ന മാല ആരെന്നാന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി പറഞ്ഞ് പൂർണ്ണാമ തന്നാന്ന് പറയണം. ഓഹോ തന്ന ഉടനെ നീ അങ്ങോട്ട് മേടിച്ച് ചാർത്തിയില്ലേ, നിനക്ക് നാണം ഉണ്ടോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അല്ല ഋതു നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. ദേ മര്യാദയ്ക്ക് ആ മാലയും കൂടി ഊരി തരാൻ പറയാ. അല്ല അത് പിന്നെ അമ്മ തന്ന, പിന്നെ ഒരമ്മ തന്ന പോലും മര്യാദയ്ക്കും കൂടെ ഊരി തന്നു. സ്വർണം കണ്ടു കഴിഞ്ഞപ്പത്തേനും അവളെ കണ്ണു മഞ്ഞളിച്ചു. ഇങ്ങോട്ട് ഊരി താടിന്ന് പറഞ്ഞിട്ട് അതും ഊരി മേടിക്കുകയാണ്. പല്ലവിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം ആൻ ടീച്ചറും മാധുരി ടീച്ചറൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണിത്. തന്നെ മുറിയിലേക്ക് വിളിച്ച് വരുത്തിയിട്ടാളും കുഴപ്പമില്ല, എല്ലാരും കാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേനും പല്ലവിക്ക് വല്ലാത്ത വിഷമമായി. പല്ലവി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ഇത് സേതു കണ്ടു. സേതുവിന് സഹിക്കാൻ പറ്റുമോ? സേതു പെട്ടെന്ന് ഋതുവിന്റെ അടുത്തേക്ക് വരുവാണ്. ഋതുവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. നീ എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഋതു പറഞ്ഞു എന്ത് ഞാനൊന്നും കാണിച്ചില്ലോ. അല്ല ഇത് നിനക്ക് ചേരുന്ന പണിയാണോ, അമ്മ കൊടുത്താന്നല്ലേ പറഞ്ഞ, പിന്നെ നീ എന്തിനാ അതിപ്പം പല്ലവിയുടെ കഴുത്തുനിന്ന് ഊരി വാങ്ങിച്ചെന്ന് ചോദിക്കാം. പിന്നെ അമ്മ കൊടുത്തു പോലും, അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നിരിക്കും, പക്ഷെ അതിന്റെ കാര്യമൊന്നുമില്ല. ഞങ്ങളിവിടെ പെൺമക്കൾ നിൽക്കുമ്പോ പെൺമക്കൾക്ക് കൊടുക്കാതെ അവക്ക് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. അപ്പോഴേക്കാണ് പൂർണ്ണിമ അങ്ങോട്ട് വന്നത്. പൂർണ്ണിമ കാര്യം തിരക്കുവാണ്.
കേട്ട് ഞാൻ പൂർണ്ണിമയ്ക്ക് ദേഷ്യം വന്നു. പൂർണ്ണിമ പറഞ്ഞു, ഋതു നീ എന്ത് പരിപാടിയെ കാണിച്ചേ, ഒരു മര്യാദയൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ട് ഋതു പറഞ്ഞു, അതെ ഇത്രയുള്ള മര്യാദയൊക്കെ മതി എന്ന് പറയാണ്. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെടാം, അല്ലാതെ കണ്ടോൾമാർക്ക് അവകാശപ്പെട്ടല്ലെന്ന് പറയണം. പൂർണ്ണിമ പറഞ്ഞത് കല്യാണ വീടായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല, അല്ലെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. ഇത് കേട്ടത് ഋതു പറഞ്ഞു, അമ്മ വെറുതെ ചാടിക്കടിക്കാനൊന്നും വരണ്ട. ഇത് ഇത്ര വിലപിടിപ്പുള്ള മാലയൊന്നും അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതും ചാർത്തിക്കൊണ്ട് അവള് നടക്കുന്നുണ്ടല്ലേ, മിക്കവാറും ഇതുകൊണ്ട് അവളെ ചിലപ്പോ മുങ്ങി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അവൾ പൂർണ്ണം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാർ ഋതു, നിനക്ക് ഈ മാലയുടെ വില മാത്രം അറിയത്തുള്ളൂ, പക്ഷെ അതിനേക്കാൾ ഉപരി പല്ലവി ഈ കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് കേട്ടിട്ട് നീ നടിക്കില്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് പോവാ. ഋതുവിന് മുഖത്ത് അടിയേറ്റോലേ പോയി. ഋതു മാക്സിമം ശ്രമിച്ചാണ് ഈ കല്യാണം ഒന്നും മുടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കൃത്യസമയത്ത് തന്നെ പല്ലവി ഇടപെട്ടോണ്ടാ ഈ കല്യാണം നടന്നത്. അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് സേതുവിന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നീട് പെണ്ണിനെയൊക്കെ ഒരുക്കി അങ്ങോട്ട് കൊണ്ടുവരുവാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ അടിമുടി ഒന്ന് നോക്കി ശ്രീദേവിക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും കുറെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണം. കല്യാണമല്ല, കല്യാണത്തിന് പുടവ കൊടുക്കാൻ വരണ ആ സമയമാണ്. എന്നാലും കുറെ സ്വർണ്ണമൊക്കെ ഇടണമെന്നായിരുന്നു അവരുടെ ഇത്. അപ്പൊ ഒരു പെട്ടെന്ന് പ്രതാപനോട് പറഞ്ഞു, ഇതെന്താ പ്രതാപ, ഒരു മാല മാത്രം അവൾ ഇട്ടിട്ടുള്ളോ, ഇത് മാത്രം ഇനി കല്യാണത്തിന് ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കണം. പ്രതാപൻ പറഞ്ഞു, ചേച്ചിയൊന്നും മിണ്ടായിരിക്കുക, ഇതൊന്നും ആയിരിക്കില്ല, വേറെ കാണും, ഇതിപ്പോ കല്യാണം അല്ലല്ലോ എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ എങ്ങാനും കല്യാണ പന്തലിലേക്ക് ഇറങ്ങാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ, അവിടെ വെച്ച് തന്നെ ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുമെന്ന് പറയാം. ഇത് കേട്ടതും പ്രധാൻ പറഞ്ഞ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലേ ചേച്ചി എന്ന് പറയണം. പത്മയ്ക്കറിയാം ശ്രീദേവി വെറുതെ ഇരിക്കത്തില്ല, എന്തേലും പറയുന്നുള്ള കാര്യം. കാരണം ശ്രീദേവിക്ക് ആദ്യം തൊട്ട് ഈ കല്യാണത്തെ താല്പര്യം ഇല്ലായിരുന്നു. വന്നപ്പോ തൊട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയല്ലെന്നാണ് ശ്രീദേവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്റെ മകൻ ഏതാണ്ട് വലിയ കോടീശ്വര പുത്രനാണ്, അവൻ ഇതിനേക്കാളും നല്ല രീതിയിൽ പെണ്ണ് കിട്ടും, അല്ലെങ്കിൽ വലിയ കല്യാണം നടക്കും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയുന്നുണ്ടായിരുന്നു. പോരാത്തിന് പിന്നെ അച്ഛന് സൗന്ദര്യം പോരാ, അച്ഛനെ കാണാൻ കൊള്ളത്തില്ല, ഋതുവായിരുന്നോ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ അച്ഛന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അതത്ര കാര്യമായിട്ട് എടുത്തുമില്ല. അച്ഛന്റെ മനസ്സിലല്ലേ തന്നെ ഈ പറയുന്ന നിഖിൽ എന്ന കഥാപാത്രം ഇല്ല. അച്ഛന്റെ മനസ്സിൽ ശ്രീഹരി ഉണ്ട്, ശ്രീഹരിയോടൊരു ഇഷ്ടമുണ്ട് അച്ഛന്റെ മനസ്സിൽ. അങ്ങനെ കല്യാണത്തിന്റെ ആട്ടവും പാട്ടും കാര്യങ്ങളൊക്കെ നടക്കണം. എല്ലാവരും കൂടെ ഭയങ്കര ഗംഭീരമായിട്ടാണ് അതൊക്കെ നടത്തുന്നത്. അതിനുശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഈ സമയം നിഖിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അതെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു, ഇപ്പോഴോ, നമുക്ക് ഫുഡ് കഴിച്ചങ്ങ് മാറി സംസാരിക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് ബ്രൈറ്റും കൊണ്ടാണ് മാറിപ്പോയി നിൽക്കുകയാണ്. പിന്നീട് നിഖിൽ ഓരോന്നിങ്ങനെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് വന്നു. ശ്രീഹരിനെ കണ്ടതും നിഖിലിന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. കാരണം പരസ്യത്തിൽ അഭിനയിച്ച ശ്രീഹരി ആണല്ലോ, അപ്പൊ അതും കൂടെ ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് നിഖിൽ പറഞ്ഞു, ഓ ഇവനല്ലേ നിന്റെ കൂടെ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, അതെ ശ്രീഹരി എന്റെ കൂടെ പരസ്യത്തിൽ അഭിനയിച്ചു. ഓ അതുകൊണ്ടായിരിക്കില്ലേ ഇപ്പൊ മുമ്പേ തന്നെ വന്ന് ഇവിടെ ഹാജരായിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു, എന്തൊക്കെയാ പറയണേ എന്ന് നിഖിലിനോട് ചോദിക്കുക. ഇതാരാന്നറിയാവോ, വെള്ളിയേട്ടന്റെ കൂട്ടുകാരനാ, അതിനേക്കാൾ ഉപരി ശ്രീഹരി കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണം. ഓ അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഒരു മതി ആക്കി ഒരു സംസാരിക്കുക. അച്ഛനത് ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ശ്രീഹരിയോട്, എന്താണ് നീ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തോണ്ട് വരാൻ പറയണേ. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, അതെന്താ ശ്രീഹരിയോട് പറയണേ, ശ്രീഹരിയോട് പറയേണ്ട ആവശ്യമില്ല, അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയണം. അതെന്താ അവനോട് പറഞ്ഞാൽ നിനക്ക് എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് അച്ഛനും എന്തോ പോലെയായിപ്പോയി. ശ്രീഹരി പറഞ്ഞു, അത് കുഴപ്പമില്ല അച്ഛോ, ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറയണ. അങ്ങനെ ഫുഡ് കറി വേറെ കുറച്ച് എടുത്തോണ്ട് വരുവാണ്. അച്ഛനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് ശ്രീഹരിയുടെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് നിഖിലിന് ഒട്ടും പിടിച്ചില്ല. ശ്രീഹരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അവന്റെ മട്ടും ഭാവം നോട്ടമൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല, പോരാത്തിന് നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പരസ്യത്തിൽ അഭിനയിക്കുകയും ചെയ്തേന്ന് പറയാം. ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞു, എന്താ നിഖിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പരസ്യത്തിൽ അഭിനയിച്ചു, അത് അവിടെ കഴിഞ്ഞ ചാപ്റ്ററാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടത് നിഖിൽ പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് കുഴപ്പമില്ല, പക്ഷെ ഇനി കല്യാണം കഴിഞ്ഞോട്ടെ, ഞാൻ പറയുന്ന പോലെയൊക്കെ നിന്നാ മതി, അല്ലാതെ ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കാനാണെങ്കിൽ എന്റെ അടുത്തൊന്നും വിലപ്പോവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞില്ലല്ലോ, ഇനിയിപ്പൊ എന്ത് കഴിയാനാ, കല്യാണത്തിന് പുടവ കൊടുക്ക ചടങ്ങായില്ലേന്ന് ചോദിക്കുക. അച്ഛനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കല്യാണത്തിന് മുമ്പ് ഇതാ അവസ്ഥ, അപ്പൊ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും. നിഖിലിനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. നിഖിലിനല്ല ശ്രീഹരി അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും മിത്രനൊക്കെ അവിടെ വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീഹരി നീ എന്താ ഇങ്ങനെ മാറിയിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് മിത്രം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അത് മിക്കവാറും അച്ഛനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കില്ലേ, നിന്നോട് എത്രയോ വട്ടം പറഞ്ഞു, ഇനിയെങ്കിലും നീ
ഞങ്ങൾ പറയുന്നൊന്ന് അനുസരിക്കാൻ പറയണം. ഇത് കേട്ടതും ശ്രീഹരി പറഞ്ഞു, നിനക്ക് വേറൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മിത്രേട്ടനോടൊക്കെ ദേഷ്യപ്പെടുവാണ്. പിന്നീട് അങ്ങനെ മൈലാഞ്ചിയുടെ ചടങ്ങായിരുന്നു. അങ്ങനെ മൈലാഞ്ചി ഇടാനായിട്ട് തുടങ്ങി. വെറ്റില് വെച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ എല്ലാവരും വന്ന് ഇങ്ങനെ മൈലാഞ്ചി ഇടുക. അവസാനം അവിടെ ശ്രീഹരി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും സേതു വിളിച്ചിട്ട് ശ്രീഹരി വാ വന്ന് മൈലാഞ്ചി ഇടാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി ഇല്ലാന്ന് പറയണം. അതെന്താ ശ്രീഹരി ഇങ്ങോട്ട് വാ, കുറെ നാൾ ശ്രീഹരി അവിടെ നിന്നല്ലേ, അതിനേക്കാൾ ഉപരി അച്ചുമായിട്ട് നല്ല അടുപ്പമുണ്ട് താനും. അപ്പൊ മൈലാഞ്ചി ഇടാനായിട്ട് ശ്രീഹരിനെ വിളിച്ചു. അപ്പം ശ്രീഹരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ശ്രീഹരി അവസാനം അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മൈലാഞ്ചി ഇടാൻ വന്നിരിക്കുവാണ്. അച്ഛൻ്റെ കയ്യിലേക്ക് മൈലാഞ്ചി ഇടുക. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേനും നിഖിലിന്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ശ്രീദേവി പ്രധാനോട് ചോദിച്ചു, അതാരാന്ന് ചോദിക്കണം. ഓ അത് സേതുവിന്റെ ഒരു കൂട്ടുകാരനാന്ന് പറയാം, കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നാന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അല്ല അവനെന്താ ഇവിടെ ഇപ്പൊ മൈലാഞ്ചി ഇടാനായിട്ട്? അതെനിക്ക് അറിയത്തില്ല എന്ന് പറയണം. ഓ വഴിയെ പോകുന്നവരും വൃദ്ധക്കാരും ഒക്കെ ആണല്ലോ വന്ന് മൈലാഞ്ചി ഇടുന്നതെന്ന് പറയണം. എന്താടാ നിഖിലെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കണം. നിഖിലാണെങ്കിൽ എന്തു പറയണം നടത്തില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീഹരി അങ്ങോട്ട് കയറിയത് മൈലാഞ്ചി ഇടാൻ ഇരുന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിഖിലിന്റെ മനസ്സിൽ വല്ലാത്തൊരിതായിപ്പോയി. നിഖിൽ ആകപ്പെടെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി മാറിപ്പോയി നിന്ന് ചോദിച്ചാൽ നിഖിൽ അങ്ങോട്ട് ചെന്നു. നിഖിൽ എന്നിട്ട് ചോദിച്ചു, അല്ല നിന്നോട് ആരടാ പറഞ്ഞ മൈലാഞ്ചി ഇടാൻ കയറാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ടോ നിഖിൽ പറഞ്ഞു, അല്ല സേതുവേട്ടനൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്തിക്ക് എന്റെ പെണ്ണാണ്. പിന്നെ അവളുടെ അടുത്ത് നീ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ ചെല്ലേണ്ട കാര്യമില്ല. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, എപ്പൊ നോക്കിയാലും നീ അവളുടെ പുറകെ നടക്കുന്നതാണല്ലോ എന്ന് പറയണം. ശ്രീഹരി വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയണം. സേതുവേണ്ട പെങ്ങളാന്ന് പറയണം. ഓ പെങ്ങളാന്ന് നീ പറച്ചില് മാത്രമല്ലല്ലോ, പക്ഷെ അങ്ങനെയല്ലോ നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിക്ക് നല്ല ദേഷ്യം വന്നു. ശ്രീഹരി പറഞ്ഞു, മിണ്ടാതെ പൊക്കോളാൻ പറയണം. പിന്നാലെ പോയില്ല നീ എന്ത് ചെയ്യൂടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ കളിച്ചാണ്ടല്ലോ നിന്റെ ഇവിടെയായിട്ട് ഞാൻ തീർക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് നിഖില് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ശ്രീഹരിയോട്. ശ്രീഹരിക്കാണ് ദേഷ്യം വന്നു. അല്ലെങ്കിൽ തന്നെ മുമ്പ് തന്നെ നിഖിലിനെ എന്തെല്ലാം കണ്ടപ്പോ തന്നെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലൊരു റിലേഷൻ കാണത്തില്ലേ, ഒരു ബന്ധം കാണത്തില്ലേ? ഒരു പക്ഷേങ്കിൽ അതാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ബന്ധം ആയിരിക്കില്ല ശ്രീഹരിക്ക് ഉറപ്പുണ്ടായിരുന്നതിനും. പിന്നീട് ശ്രീഹരി എന്ത് ചെയ്യണം, മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് കരുതിയിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. ഒന്നാമത്തെ കാര്യം സേതുവായിട്ട് ഏറ്റെടുത്ത നല്ല കല്യാണമാണ്. അപ്പൊ ഈ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. പിന്നീട് പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു. അങ്ങനെ പുടവയെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്താണ് ശ്രീദേവി പറഞ്ഞ, അതെ നിങ്ങൾ എന്ത് കൊടുക്കും, നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ എന്താ കൊടുക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട ജീവിതത്തിന് പൂർണ്ണിമ നല്ല മനസ്സിലായില്ല. അല്ല മകളുടെ കല്യാണമല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം, സ്വർണമായിട്ടും പണമായിട്ടും നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് അറിയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനാണെങ്കിൽ ആകെപ്പടെ കട്ടക്കലിപ്പായി. അപ്പൊ ഇവർക്ക് അതാണ് പ്രധാനം, അല്ലാതെ അച്ഛനല്ല പെണ്ണിനല്ല ആവശ്യം, ഇവർക്ക് പണമാണ് ആവശ്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമേനെ ഒന്ന് നോക്കുകയാണ്. പെട്ടെന്ന് സേതു പറഞ്ഞു, അതെ നിങ്ങൾക്ക് പെണ്ണിനെയാണോ വേണ്ടേ അതോ സ്വർണം പണമാണോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അതെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ധർമ്മകല്യാണം ഒന്നും അല്ലല്ലോ, പൊന്നുമടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആസ്തിയുള്ള കുടുംബമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടെയുള്ള ഷെയർ അത് അവൾക്ക് കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടവൻ പൂർണ്ണി പറഞ്ഞു, അങ്ങനെ ഷെയർ ഒന്നും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല, അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. പിന്നെ സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ കൊടുത്തോളൂ. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ മോൻ ഇതിനേക്കാളും നല്ല വലിയ കുടുംബത്തിൽ നിന്ന് കെട്ടാണ്ട് ആസ്തിയുള്ളതാ, അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കണം ഞങ്ങൾക്ക് അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് വല്ലാത്തൊരു ദേഷ്യ സങ്കടം വെക്കുന്നു. കാരണം അച്ഛനെ വെച്ച് വില പേസുന്ന പോലെയാണ് പൂർണ്ണിമയ്ക്ക് തോന്നിയത്. പെട്ടെന്ന് പ്രധാൻ പറഞ്ഞു, ചേച്ചി ഒന്നും മിണ്ടായിരിക്കുക, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാന്ന് പറയണേ. പിന്നെ എപ്പോഴാണ് സംസാരിക്കുന്നത്, കാണാൻ ഒന്ന് കൊള്ളാമെങ്കിൽ കുഴപ്പമില്ല, അതുമില്ല പിന്നെ സ്വർണവും പണമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്താ വെറുതെ പെണ്ണിനെ പിടിച്ചങ്ങ് തരുവാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക. എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത്ര പരസ്യമായിട്ടാണ് പറയണേ. പെട്ടെന്ന് തന്നെ സേതു പറഞ്ഞു, അതെ അങ്ങനെ സ്വർണം പണം ചോദിച്ചാണെങ്കിൽ ഇവിടെ തരാനായിട്ട് പെണ്ണില്ലെന്ന് പറയണേ. ഞങ്ങളുടെ അച്ഛനെ അങ്ങനെ സ്വർണത്തിനും പണത്തിനും വേണ്ടി വിൽക്കാനായിട്ട് ഞങ്ങൾ തയ്യാറില്ലെന്ന് പറയാം. ഇത് കേട്ടോ ശ്രീദേവി പറഞ്ഞു, പ്രതാപ നീ അല്ലേ പറഞ്ഞേ ഏതാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഉരുട്ടി തരൂന്ന് പറഞ്ഞേ, എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉടക്കായി. അവസാനം വന്നപ്പോ സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം വേണ്ട, ഞങ്ങൾക്ക് അത്ര നിർബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ അച്ഛനെ വിൽക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ലെന്ന് പറയണ. പിന്നീട് പൂർണ്ണിമയ്ക്കും അതേ ഇത് തന്നെയായിരുന്നു. കാരണം പൂർണ്ണിമയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ശ്രീദേവി അല്ലെങ്കിൽ ഈ കല്യാണത്തിന് വന്നപ്പോൾ മുതല് ആദ്യമായിട്ട് അച്ഛനെ കാണാൻ വന്നപ്പോൾ മുതൽ ഓരോന്നിങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായി. പക്ഷെ അതിനേക്കാളും അപ്പുറമായി കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കുവാണ്. പക്ഷെ എങ്കിൽ അങ്ങനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഇത്ര സമയം ഭയങ്കര ആട്ടവും പാട്ടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പിണങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പിന്നീട് നമ്മളെ ശ്രീഹരിയുടെ എൻട്രി. പിന്നീട് ശ്രീഹരിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സേതുവും പല്ലവി അവരൊക്കെ അറിയുവാണ്. അവസാനം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും
സേതു പൂർണിമയുടെ ഇന്ന് കാര്യങ്ങളൊക്കെ പറയാ. നിശ്ചയിച്ചുറപ്പിച്ച് മുഹൂർത്തത്തിൽ തന്നെ അച്ഛന്റെ കല്യാണം നടക്കണം. അത് പക്ഷേങ്കില് ഇനിയിപ്പം പണവും സ്വർണവും മോഹിച്ചു വരത്ത് ഒരുത്തനായിരിക്കരുത്. ശ്രീഹരിക്ക് അച്ഛനും ഇഷ്ടം, അതുപോലെ തന്നെ അച്ഛനും ശ്രീഹരിനെ ഇഷ്ടമാണ്. ഇനി പൂർണിമയുടെ അനുമതിയും കൂടെ വന്നി. പൂർണിമയുടെ ആഗ്രഹം എന്താ പറ, സമ്മതമാണോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് വല്ലാത്തൊരു വിമിഷ്ടം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഋതു സാധ്യത സമ്മതിക്കത്തുമില്ലോ. പക്ഷേങ്കിൽ പൂർണ്ണം പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതാ ശരിയെന്ന് തോന്നുവാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. അങ്ങനെ ശ്രീഹരിയും അച്ഛനും കൂടെ ഒന്നിക്കാൻ പോവാണ്. അച്ഛന്റെ ആഗ്രഹങ്ങൾ നടക്കുവാണ്. നിഖിലിനാണെങ്കിൽ അച്ഛൻ ആദ്യം തൊട്ട് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു. ശ്രീഹരിയോടായിരുന്നു ഒരു താല്പര്യം. അതിനേക്കാൾ ഉപരി ഇനിയിപ്പോ വീട് വിട്ട് പോകേണ്ട വരത്തില്ലല്ലോ എന്നൊരു ചിന്ത അച്ഛന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ അങ്ങനെ ശ്രീഹരിയുടെ അച്ഛന്റെ കല്യാണം, അങ്ങനെ കല്യാണ മേളമാണ്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.